അല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. ഞങ്ങളുടെ പ്രദേശത്തെ അദ്ദേഹം മാനിച്ചിട്ടില്ല, അതാണ് ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരാതി തികച്ചും വ്യക്തിയാധിഷ്ഠിതമാണ്. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? 3.5 കോടി ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് തോന്നുകയാണ് വി.ഡി. സതീശൻ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അതിന് നിയമപരമായ വഴിയിലേക്ക് പോകട്ടെ. പോയപ്പോ എന്ത് ചെയ്തു? കോടതിയെ എടുത്ത് എറിഞ്ഞു. വിജിലൻസ് എന്ത് ചെയ്തു? അത് എടുത്തെറിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കകത്തേക്ക് ഒരു ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാവണം. ആ സാധനം ഉണ്ടാക്കുന്നതിൽ ഇവർ വിജയിച്ചിട്ടുണ്ട്. കാരണം എന്താ? സ്വാഭാവികമായി ഇന്ന് വൈകുന്നേരം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് ഒരു കേസിൽപ്പെട്ട്, പ്രത്യേകിച്ചും ഒരു തൊണ്ടി മുതൽ അടിവസ്ത്രം എടുത്ത് അത് വെട്ടിച്ചുരുക്കി തൊണ്ടി മുതലാക്കി ഒരു നാർക്കോട്ടിക് കേസിൽ പ്രതിയെ സഹായിച്ച ഒരു ഇടത് MLA സ്ഥാനം പോയ ദിവസമാണ് ഇന്നലെ. അപ്പൊ സ്വാഭാവികമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? ആ ഇടത് MLA ധാർമ്മികതയാണ്. അത് ചർച്ച ചെയ്യരുത്. അത് ചർച്ച ചെയ്തിരിക്കാൻ എന്ത് വേണം? ഏതോ ഒരാൾ രാവിലെ ഒരു സാധനം എടുത്തു, വി.ഡി. സതീശന്റെ CBI എൻക്വയറി. സ്വാഭാവികമായിട്ടും എന്താണ്? കാള വെറ്റു എന്ന് കേട്ടപ്പോ എല്ലാവരും കൂടി കയറെടുത്ത് ഓടി. വൈകുന്നേരമായപ്പോഴേക്കും ഏകദേശം അതിന്റെ ഫ്യൂസ് പോയി. എന്നാലും ഫ്യൂസ് പോയപ്പോൾ ഉച്ചയ്ക്കൊക്കെ ചർച്ച തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്കത് മാറ്റാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ആ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നു. അതിന് ഈ ഒരാളെ, ഒരു പരാതിക്കാരെന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചു കൊണ്ടുവരുന്നു. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇതിനൊരു വാല്യൂം കൊടുത്തിട്ടില്ല. പിന്നെ അദ്ദേഹം ഇടതുപക്ഷ പ്രതി എന്തൊക്കെയോ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാര്യം എന്ത് ഗോവിന്ദ മാഷോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ആളുകളോ പറയട്ടെ, വി.ഡി. സതീശൻ ഇന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നടപടി എടുക്കുന്നു. ഇവർ പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് വി.ഡി. സതീശന്റേതായിട്ട് തന്നെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലണ്ടനിൽ വെച്ച് അദ്ദേഹം നടത്തുന്ന പരിപാടികൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്ര രൂപ, ഇത്ര പൗണ്ട് നിങ്ങൾ ഓരോ വീടുകൾക്ക് വേണ്ടിയും ഒക്കെ നൽകി കഴിഞ്ഞാൽ അത് വലിയ സഹായമാകുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം അവിടെയുള്ള ആളുകൾ ഇങ്ങനെ പണം നൽകി എന്നതിന് തെളിവായി അവർ ഹാജരാക്കുന്ന ഇത്തരം വീഡിയോകളാണ്. അതൊക്കെ സതീശനെതിരെയല്ലേ? എന്റെ മകന്റെ കേസ് ഒത്തുതീർക്കാനോ എന്റെ മകളുടെ അക്കൗണ്ടിലേക്കോ എന്റെ കുടുംബത്തിന്റെ ആസ്തി വർദ്ധിപ്പിക്കാനോ വി.ഡി. സതീശൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. വി.ഡി. സതീശൻ ചോദിച്ചത്, എനിക്കൊരു പുനർജനി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, ആ പ്രൊജക്റ്റിലേക്ക് എന്നെ ഒരുപാട് സംഘടനകൾ സഹായിക്കുന്നുണ്ട്, ആ സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവരെ സഹായിച്ചാൽ അത് പറവൂർ നിയമസഭാ മണ്ഡലത്തിനകത്തുള്ള കുറെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു സഹായം കിട്ടും. ഞാൻ അതിന്റെ ആളുകളെ, ബെനിഫിഷ്യറിയെ, ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഏകദേശം 360ഓളം ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ട്, ആയിരക്കണക്കിന് ആളുകൾക്ക് തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്, മറ്റ് ജീവിത ഉപാധികൾ കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിലെ ഒരു MLA ചെയ്തത് തെറ്റാണെങ്കിൽ നിങ്ങൾ തെറ്റാണെന്ന് വിധിയെഴുതിക്കോ.